ഹലോ ഗായ്സ്, അവർക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു അമ്മയ്ക്കൊരു സർപ്രൈസ് കാണിച്ചു കൊടുത്തു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് എൻ്റെ സ്കൂളിൽ ഇന്ന് ഒരു എക്സിബിഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ടൊന്ന് പ്ലാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് കൊടുത്ത സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ വെച്ച് കണ്ടില്ലേ, ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അതിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ 5 പേരുടെ കഥയിലാണ്. 5 പേരിൽ ഒരാളാണ് ഞാൻ. ഇപ്പം നമ്മുടെ ബുക്ക് പബ്ലിഷിങ് സക്സസ് ആണ്. അപ്പോൾ നമ്മളിതാ ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ കാണാൻ പോകുന്ന സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത്തേ വശത്തെ കള്ളനാണ്. അത് കൊള്ളാമോ ഇല്ലയോ എന്ന് ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് കാണാം. ഇതാണ് എൻ്റെ ബുക്ക്. ഇപ്പം കാണിച്ചു തരും. അനിയ അവിടെ നല്ല ശല്യമാണ്, കണ്ടില്ലേ? നല്ല ശല്യമാണ്. കൈയൊക്കെ എടുത്ത് കാണിക്കുന്ന അനിയനാണ്. ഞാൻ അവനൊരു നുള്ളു കൊടുത്തപ്പോൾ ഇവിടെ പേടിച്ച് നിൽക്കുകയാണ്. ഞാൻ പിന്നെയും നുള്ളോന്നും പറഞ്ഞിട്ട്, കണ്ടില്ലേ? ഞാൻ നിങ്ങൾക്ക് ആ ബുക്ക് ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ? ഇതാണ് ബുക്കിൻ്റെ പേര്. ഇത്രയും പേരാണ് ഇത് ബുക്ക് എഴുതിയത്. അതിലൊന്നാണ് ഞാൻ. കണ്ടില്ലേ? ഈ ഒരു ബുക്ക് മുഴുവനും ഇതാണ് ഞാൻ പബ്ലിഷ് ചെയ്ത ബുക്ക്. ഞാനിത് നിങ്ങൾക്ക് ഒരു ഷോർട്സിലോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് വായിച്ച് കേൾപ്പിച്ച് തരാം. കണ്ടില്ലേ? ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് അച്ഛൻ നമ്മുടെ ബ്ലാക്കിക്കുട്ടനെ തുറന്നിട്ടത്. ബ്ലാക്കിക്കുട്ടൻ അനിയൻ്റെ കൂടെ കളിക്കുകയാണ്. കണ്ടില്ലേ? അമ്മയ്ക്ക് ബ്ലാക്കിനെ ഭയങ്കര പേടിയാണ്. അമ്മ ഓടിക്കളഞ്ഞു. കണ്ടില്ലേ? അനിയനതാ കടിച്ച് കീറുകയാണ്. കടിക്കുകയല്ല, നക്കയാണ്. ശരിക്കും പറഞ്ഞാൽ കളിക്കുക. അവർ രണ്ടുപേരും കൂടെ കളിക്കുകയാണ്. കണ്ടില്ലേ? അവൻ ഓടി അകത്ത് കയറി. കണ്ടില്ലേ ഗൈസ്? കണ്ടില്ലേ? അപ്പോഴേക്കും എൻ്റെ ബുക്ക് അറിയാതെ താഴെ വീണു. കണ്ടില്ലേ? കൊഞ്ചിക്കാണ് നമ്മുടെ ബ്ലാക്കി കൊടുക്കുന്നത്. നമ്മുടെ ബ്ലാക്ക് സൂപ്പറാണ് ഗൈസ്. അത് നല്ല രീതിയിൽ ഇപ്പം കടിക്കും നമ്മൾ. നല്ല രീതിയിൽ എൻ്റെ അഴുക്ക അനിയൻ എൻ്റെ ബുക്ക് എടുത്ത് എറിഞ്ഞു. ഇതാണ് നമ്മുടെ ബുക്കിൻ്റെ പേര്. ഇതാണ് ഞാൻ എഴുതിയ സ്റ്റോറി. മലയാളം സ്റ്റോറിയാണ്. ഞാൻ അപ്പോൾ എൻ്റെ അനിയടുത്ത് ബുക്ക് എറിഞ്ഞുകൊണ്ട് ഞാൻ അവനൊരു നല്ലൊരു നുള്ളം കൊടുത്ത്. കണ്ടില്ലേ? നമ്മൾ രണ്ടും കൂടെ റേസ് വയ്ക്കുകയാണ്. അവൻ ചീറ്റിങ് കാണിച്ച് ജയിച്ചു. കണ്ടില്ലേ? അച്ഛൻ വന്നിരുന്നു അവിടുന്ന്. നമ്മളിതാ ഡോറൊക്കെ പൂട്ടിയിട്ട് നമ്മൾ തിയേറ്ററിലേക്ക് പോവുകയാണ്. നമ്മൾക്കിപ്പോൾ കാണാൻ പോകുന്ന സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത്തേ വശത്തെ കള്ളനാണ്. നമ്മൾ ചെരുപ്പ് ഇട്ട് വണ്ടിക്കകത്ത് കയറി. കണ്ടില്ലേ? വണ്ടിക്കകത്ത് കയറി പോകുന്നു. ബൈ. ഓക്കെ, നമ്മളിതാ സ്വരനിലയം തിയേറ്ററിലാണ് എത്തിയത്. സോ സെക്യൂരിറ്റി വന്ന് നോക്കി. ഞാൻ സെക്യൂരിറ്റിയുടെ അടുത്ത് ഗേറ്റ് തുറക്കാൻ പറഞ്ഞാണ്. നമ്മൾ കുറച്ച് ലേറ്റായി ഇത് സിനിമയ്ക്ക് എത്തിയപ്പോൾ. സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു. അപ്പം ഞാൻ കയറിയിരുന്നു. നമ്മൾ തിയേറ്ററിനകത്തേക്ക് പോവുകയാണ്. കണ്ടില്ലേ? പോകുമ്പോൾ തന്നെ ഒരു പട്ടി കിടന്നു. വളർത്തു നായയാണെന്നാണ് തോന്നുന്നത്. കഴുത്തിൽ വളർത്തു നായൻ്റെയൊക്കെ ആ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. നമ്മളെന്തായാലും തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറുകയാണ്. വരൂ ഗൈസ്. അച്ഛൻ അവിടെ ബില്ലെടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ സിനിമയ്ക്ക്. ഗൈസ്, നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ വലത്തേ വശത്തെ കള്ളനാണ്.
അനി അപ്പോൾ തിയേറ്ററിൽ നിന്ന് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കണ്ടില്ലേ ഗൈസ്, നമ്മൾ സ്വരലയത്തിലെ സ്വരം തിയേറ്ററിലാണ് നമ്മൾ കയറിയത്. 2 തിയേറ്റർ ഉണ്ട്, ഒന്ന് സ്വരം ലയം, ഒന്ന് സ്വരം, രണ്ടാമത്തെ ലയം. അതിൽ ഒന്നാമത്തെ സ്വരത്തിലാണ് നമുക്ക് ബില്ലുള്ളത്, ഐ മീൻ വലത്തെ വശത്തെ കള്ളൻ നടക്കുന്നത്. നമ്മൾ തിയേറ്ററിനകത്തേക്ക് കയറി, അവിടെ സിനിമ തുടങ്ങി.